വേണാട് ഉടമ്പടി 1723. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് 1723 വേണാട് രാജാവായ രവിവർമ്മയുടെ കാലത്ത് തയ്യാറാക്കിയ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് യുവരാജാവായ മാർത്താണ്ഡവർമ്മയും അഞ്ചുതെങ്ങിലെ കമാൻഡർ ആയിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ഓമും ആയിരുന്നു. തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ കുളച്ചിലിൽ ഇംഗ്ലീഷുകാർക്ക് കോട്ട നിർമ്മിച്ച് നൽകാമെന്ന് ഉടമ്പടി വ്യവസ്ഥ ചെയ്തു. പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്യുന്നതിന് എല്ലാ സൗകര്യങ്ങളും നൽകാമെന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചും വാഗ്ദാനം ചെയ്തു. ടിപ്പുവിൻ്റെ മലബാർ ആക്രമണവും ബ്രിട്ടീഷ് ആധിപത്യവും. കോലത്തുനാടും കണ്ണൂരും തമ്മിലുണ്ടായിരുന്ന രാഷ്ട്രീയ വിരോധത്തിൽ ഏർപ്പെടാൻ ഹൈദരാലിയെ ക്ഷണിച്ചത് കണ്ണൂർ ഭരണാധികാരിയായിരുന്ന ആലി രാജയാണ്. ഈ അവസരം മുതലാക്കിയ ഹൈദരലി 1760കളിൽ ഉത്തര കേരളത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് 1773 ഹൈദരാലിയുടെ രണ്ടാം കേരള ആക്രമണവും നടന്നു. 1788 ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താൻ മലബാറിൽ ആധിപത്യം സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ നടന്ന മൈസൂർ യുദ്ധാനന്തരമുണ്ടായ 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. 1791 ഉടമ്പടിയെ തുടർന്ന് കൊച്ചി ബ്രിട്ടീഷുകാരുടെ സാമന്തരാജ്യമായി മാറി. 1800 കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുമായി. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ദേശാഭിമാനിയാണ് പാലിയത്തച്ചൻ.